മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചേർന്നിട്ട് ശരി സാർ. ജോയി പറയുന്ന പോലെ ഐ എം ബാലചന്ദ്രൻ. ഇന്നലെ രാത്രി ഫോൺ ചെയ്തിരുന്നു. താങ്ക് യു സർ. നീ അപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോളൂ. എടാ കഴിവുള്ള മോനെ, കാറി കേറിപ്പോ തുടങ്ങിയ നിന്റെ ഒരു ഷൈനിങ്ങും ഓരോ കൽപ്പനകളും. ഞാനാരാണ് നിന്റെ ഡ്രൈവറോ? നീ ചില ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരോട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ അടിച്ചു തന്നാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ഇത് ക്യാപ്പ് കൂടെ വെച്ച സ്റ്റൈലായിരിക്കും. അത് പിന്നെ ഒരുപാട് യാത്ര ചെയ്ത് വന്നല്ലേ, ഭാഗ്യം ഒന്ന് റെസ്റ്റ് എടുക്കും. അല്ല, ഭാഗ്യത്തിന് ഒറ്റയ്ക്കിരിക്കാൻ പേടി കാണും, അതുകൊണ്ട് ഞാനും കൂടെ ഇരിക്കാം. ഏയ്, ഭാഗ്യത്തിന് തനിച്ചിരിക്കാൻ ഒരു പേടിയില്ല. ഉണ്ടോ ഭാഗ്യം? ഇല്ല. ഭാഗ്യം ഒന്ന് കുളിച്ച് ഫ്രഷാക്കും, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അളയാ, ഒരു പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ പുറത്തു പോകുന്നത് ശരിയാണോ? പോയില്ല അണ്ണം വാ. രഞ്ജി, ഇവിടെ സ്പ്രേ കിട്ടുമോ? അയ്യോ, എന്നാ ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. നമുക്ക് പോരുന്ന വഴിക്ക് വാങ്ങിക്കാമായിരുന്നല്ലോ. മൂന്നാറിൽ എവിടുന്നാ സ്പ്രേ കിട്ടുന്നത്? പിന്നെ വേണമെങ്കിൽ ഒരു 3-4 കിലോ തേയില വാങ്ങിച്ചോണ്ട് തരാം. എന്നാ പിന്നെ കുളിച്ച് റെഡിയായി നല്ല ഫ്രഷായി നല്ല മൂടൊക്കെ ആയിട്ടിരിക്കും. പിന്നെ കഥ നന്നായിട്ട് കുറ്റിയിട്ടോണേ. അവിടെ അമ്മയുടെ ഒരു സ്പ്രേ. എടാ, ഇവിടെ കണ്ടിട്ട് പോലെ ഡാമേജ് പാർട്ടിയാണെന്ന് തോന്നുന്നല്ലോ. പിന്നെ ചുമ്മാ നോക്കുവോ? എടാ അളിയ, നീ റിസപ്ഷനിലെ റൂം ചോദിച്ചപ്പോ അവർക്ക് വല്ല സംശയം തോന്നിയോ? ഇവളെ കണ്ട ആരെങ്കിലും പറയുമോ മറ്റേ കേസാണെന്ന്? അതിനല്ലേ അടിയൻ കാഞ്ചീപുരമൊക്കെ പുതപ്പിച്ച് ഈയിടെ കല്യാണം കഴിഞ്ഞു വരുന്ന നവവധുവിനെ മാതിരി അവളെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്നത്. പിന്നെ കാഞ്ചീപുരത്തിന്റെ 50% മറക്കല്ലേ. അതൊക്കെ തരാളേ, ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് നമ്മവൻ ഇവിടെ പോയിട്ട്. അയ്യോ, ഭാഗ്യത്തിന് ഇവിടെ ഒറ്റക്കിട്ടോ? അലയും വെക്കും, ഭാഗ്യാരിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. നമുക്ക് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് അമ്മാവന്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട്